വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് സയൻസ് എക്സ്പെരിമെന്റൽ ഹാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് തീയും പുകയൊക്കെ വെച്ചിട്ടാണ് കളിക്കാൻ പോണത്. അപ്പോൾ കുട്ടികൾ ഈ എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരുടെ പ്രസൻസിൽ മാത്രം ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മളുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തോളാം. അപ്പൊ നമുക്ക് അധികം നേരം കളയേണ്ട വേഗം കൂടി വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇവിടെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ അവര് വിനീഗറാണ് നിറച്ചേക്കണത് കേട്ടോ. അതിൽ എന്നിട്ട് ഒരു ബലൂൺ വെച്ചിട്ട് ആ ബലൂണിന്റെ ഉള്ളിലേക്ക് അവര് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോട്ടിലിന്റെ മുകളിൽ ഈ ബലൂൺ വെച്ച് കൊടുക്കുമ്പോൾ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഈ ബലൂൺ വലുതാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോരാത്തതിന് ഇത് ഫ്ലോട്ട് ചെയ്യണതായിട്ടാണ് കാണിക്കുന്നത്. ഈ ബലൂൺ ഏകദേശം ഹൈഡ്രജൻ ബലൂണിന്റെ ഒക്കെ പോലെ. അപ്പൊ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ നമുക്കൊന്ന് നോക്കിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ടിലുള്ള വിനീഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി റിയാക്ട് ചെയ്തിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായത്. അപ്പൊ അതാണ് ആ ബോട്ടിലുള്ള കുറച്ച് ബബിൾസ് വരുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബലൂണിന്റെ ഉള്ളിലേക്ക് നിറയാണ്. അപ്പോഴാണ് നമ്മുടെ ബലൂൺ വലുതാവുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബലൂൺ ഒരു ത്രെഡ് ഇട്ടിട്ട് കെട്ടി. അപ്പൊ അവര് കാണിക്കുന്നത് ഹൈഡ്രജൻ ബലൂൺ പോലെ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യണതാണ്. പക്ഷെ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂൺ സാധാരണ ബലൂൺ വീണേക്കാളും കുറച്ചും കൂടിയും ഫാസ്റ്റ് ആയിട്ടാണ് താഴത്തേക്ക് വീണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സാധാരണ എയറിനേക്കാളും വെയിറ്റ് കൂടുതലാണെന്ന് വെച്ചാൽ എയറിനേക്കാളും ഹെവിയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടാണ് നമ്മുടെ ബലൂൺ വേഗം സാധാരണ ബലൂൺ വീണേക്കാളും ഫാസ്റ്റ് ആയിട്ട് വീണത്. അപ്പൊ അവര് പറഞ്ഞ ആ ഒരു കാര്യം മാത്രം ശരിയായില്ല. അപ്പൊ അതിന് നമ്മളൊരു 5 മാർക്ക് അവരുടെ കയ്യിൽ നിന്ന് എടുക്കണം. വേണ്ട, ഒരു 2 മാർക്ക് എടുക്കാം. ബാക്കിയുള്ള 8 മാർക്കാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് അവർക്ക് കൊടുക്കുന്നത്. ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. പക്ഷെ അവർ നമ്മളെ പറ്റിക്കാൻ പാടില്ലായിരുന്നു ഹൈഡ്രജൻ ബലൂൺ ആവുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയി. പക്ഷെ ചെയ്ത് വന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ കാണിക്കണത് അവര് കയ്യിൽ പശ ഒഴിച്ചിട്ട് അതിന്റെ മുകളില് കുറച്ച് ഉപ്പാണ് ഇടുന്നത്. നമ്മൾ സാധാരണ ഉപ്പ് തന്നെയാണ്. ഉപ്പ് ഇട്ടിട്ട് കൈ ഇങ്ങനെ തിരുമ്പി കളയുമ്പോ മൊത്തം പശ പോണതാണ് പറയണത്. കൈ ക്ലീൻ ആവണം. അപ്പൊ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നമുക്കൊന്ന് ായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കയ്യിലപ്പോ പശയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പിയിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. സാധാരണ പശയാവുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെച്ച് തേച്ച് ആകെ കഷ്ടപ്പാടാവാണ് ചെയ്യാറ്. നമ്മൾ എന്തെങ്കിലും തുണിയിൽ തേക്കും, കടലാസിൽ തേക്കും. അപ്പൊ അവിടെ ഒട്ടി ഇവിടെ ഒട്ടി ആകെ പ്രശ്നവും. അപ്പൊ ഇനി കുറച്ച് ഉപ്പുണ്ടെങ്കിൽ കാര്യം അടിപൊളിയായി. അപ്പൊ ഈ ഒരു ഹാക്കിന് നമ്മൾ 10ൽ 10 മാർക്കും കൊടുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹാക്കാണ്. പ്രത്യേകിച്ച് എന്റെ പാറുവൊക്കെ ഈ കയ്യിലൊക്കെ പശയൊക്കെ തേച്ചിട്ടുണ്ടല്ലോ, അത് ഞാനാ കഴുകി കൊടുക്കാറ്. ഭയങ്കര കഷ്ടപ്പാടാണ് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ അടിപൊളി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്ക്. സ്നോ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നോയില് കളിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഹാക്കിൽ കാണാൻ പോണത് ഹോം മെയ്ഡ് സ്നോ. നമ്മുടെ ഉപ്പിന്റെ കൂടെ കുറച്ച് വിനീഗർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് സ്നോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇവര് പറഞ്ഞു തരുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സ്വപ്നമാണ് ഇവിടെ തകർന്നു പോയേക്കുന്നത്. അപ്പോൾ സോൾട്ടും അതുപോലെ തന്നെ വിനീഗറും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഹോം മെയ്ഡ് സ്നോ അതൊരു കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അത് കുറച്ചിങ്ങനെ വാട്ടറി ആയിട്ടാണ് ഇരിക്കണത്, വെച്ചാൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ തന്നെയാണ് ഇരിക്കണത്. അതുപോലെ തന്നെ വല്ലാത്ത സ്മെല്ല്, മണാണ് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ഞാൻ ഒരിക്കലും എന്താ പറയാ നിങ്ങളോട് ചെയ്തു നോക്കാൻ പറയില്ല. പിന്നെ ഇത് ബേക്കിംഗ് സോഡയ്ക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്നോ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എന്തായാലും സക്സസ് അല്ല. അപ്പൊ ഇതിൽ ഞാനൊരു 2 മാർക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് കൊടുക്കുള്ളൂ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ രസമുണ്ട്. പക്ഷെ നമുക്കിത് സ്നോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ജസ്റ്റ് 2 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് പോവാം. നമുക്ക് പമ്പരം കറക്കാൻ നല്ല ഇഷ്ടമല്ലേ. അപ്പൊ ഇവിടെ ഇവര് ചെയ്യണത് ഒരു സ്ക്യൂർ വെക്കുന്നുണ്ട്. ആ സ്ക്യൂറിന്റെ മുകളിൽ ഒരു പേപ്പർ സ്പൈറലാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന്റെ അടിയിൽ ഒരു കാൻഡിൽ കത്തിക്കുന്നുണ്ട്. അപ്പൊ ആ കാൻഡിൽ കത്തുമ്പോ ഈ സ്പൈറൽ കിടന്ന് തിരിയണതാണ് കാണിക്കുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ട്. നമുക്കിപ്പോ ചെയ്തിട്ട് ഇത് സക്സസ് ആവാൻ നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു വളരെ നയന മനോഹരമായ ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കാൻഡിൽ കത്തുമ്പോൾ ആ ഒരു ഏരിയയിലത്തെ എയർ ഹീറ്റ് ആവാണ്. അപ്പൊ ആ എയർ ഹീറ്റ് ആവുമ്പോൾ ആ എയർ എക്സ്പാൻഡ് ആവാണ്. എക്സ്പാൻഡ് ആവുമ്പോൾ എന്താ ഉണ്ടാവണം, ആ എയറിന്റെ ഡെൻസിറ്റി കുറയും. അപ്പൊ എയർ അവിടെ നിന്ന് റൈസ് ആയി പോകും. അങ്ങനെ ആ ഒരു വാം എയറിന്റെ ഫ്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എയർ അവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എയർ ഫ്ലോയിലാണ് നമ്മുടെ അടിയിൽ ആ സ്പൈറൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെ സയൻസ്. പക്ഷെ ഇതൊരു സൂപ്പർ എക്സ്പെരിമെന്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. നമ്മൾ സ്കൂളൊന്നും ഇപ്പൊ ഇല്ല, സ്കൂളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എക്സിബിഷനും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സംഭവമായേനെ. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, അച്ഛനമ്മമാരുടെ കൂടെ അല്ലാണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കരുത്. കുറച്ച് തീയൊക്കെ വെച്ച് കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ 10 മാർക്ക് കൊടുക്കാന്ന് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പെരിമെന്റ്. ഇവിടെ ഒരു ഗ്ലാസ്സില് വിനീഗർ എടുത്തേക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോപ്പർ കോയിനാണ്, നമ്മുടെ സാധാരണ കോയിൻ അതിലേക്ക് മുക്കി കൊടുക്കാണ്. അപ്പൊ ഈ കോപ്പർ കോയിൻ അതിലത്തെ തുരുമ്പ് പോണതായിട്ടാണ് കാണിക്കണത്. അപ്പൊ ഇത് സത്യമാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും.
നമ്മുടെ കോയിൻസ് ഒക്കെ ഈ വിനീഗറിന്റെയും ഉപ്പിന്റെയും ആ ഒരു മിക്സറിൽ മുക്കി വെച്ചപ്പോ ശരിക്ക് നന്നായിട്ട് അതുപോലത്തെ തുരുമ്പ് പോയിട്ട് നന്നായിട്ട് തിളക്കം വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ കോപ്പറിന്റെ പാത്രങ്ങള് അതുപോലെ തന്നെ എന്താ പറയാ കോയിൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അതുപോലത്തെ റസ്റ്റ് കളയാം. ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറിൽ തുരുമ്പ് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ കോപ്പർ ഓക്സൈഡ് ഉണ്ടാവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനീഗറും സോൾട്ടും കൂടിയുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ആസിഡ് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ആസിഡിൽ നമ്മുടെ ഈ ഓക്സൈഡ് ഡിസോൾവ് ആയി പോവാണ്, എന്നുവെച്ചാൽ ഈ തുരുമ്പ് അതിൽ അലിഞ്ഞു പോവാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ സയൻസ്. അപ്പൊ ഈ ഒരു ഹാക്കിന് നമുക്ക് 10 മാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്, ധൈര്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹാക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത് എല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് ആയിരുന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് ആയിട്ട് തോന്നി. അപ്പൊ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ഹാക്സ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.